വിഷമത്തോടെ പറയട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ ആ അജണ്ടയിലാണ് കാശുണ്ടാക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, പിന്നെ എവിടെ നിന്ന് അവർ കാശുണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നത്? അതായത് ഇപ്പോൾ 2026 ഇലക്ഷൻ വരിക, എല്ലാ പാർട്ടിയും കേട്ടോ, ഒരു പാർട്ടിയൊന്നുമില്ല, കോൺഗ്രസ്, CPM, BJP, 140 മണ്ഡലങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് കോൺഗ്രസിനും CPM-നും BJP-ക്കും 280 കോടി പെർ പാർട്ടി അവർ ചെലവാക്കും. ഇതിനെയാണ് ലൂസിഫറിൽ നമ്മുടെ പൃഥ്വിരാജ് ആലങ്കാരികമായി 700 കോടി രൂപ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ഖുറേഷി ഇബ്രാഹിമിന്റെ ഭാഗമായിട്ട് 700 കോടി രൂപ സായി കുമാറിന് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ വേണ്ടി. 700 കുറച്ച് എക്സാജറേറ്റഡ് ആയിരിക്കും, അത്രയും വരില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു 200, 250 മുതൽ 300, 400 കോടി വരെ ഒരു പാർട്ടി ചെലവാക്കും. ആര് കൊടുക്കാനായി കാശ്? ഇത് ബിസിനസ്സുകാരുടെ നിന്ന് മേടിക്കും, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ ED വിടും. ED പാർട്ടിക്ക് ഫണ്ട് കൊടുത്ത് അവരെ വിളിപ്പിക്കും, അടുത്തയിലേക്ക് വിടും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരത്തിന്റെ കലവറയില്ലാത്ത, എന്താ പറയണ, കള്ളത്തരവും അനീതിയും. ഇത് ഒരു ടാർഗറ്റ് ആൻഡ് ടാർണിഷ് ആണ്. ഇവരുടെ നിന്നല്ല ആരുടെ നിന്ന് കാശ് കിട്ടാനാ? പൊതുജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ അവരുടെ നിന്ന് കാശ് കിട്ടു.